ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ ഇല്ലാത്തവന് ഒരിക്കലും ഉള്ളവനായി മാറാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. പക്ഷെ അങ്ങനെ കഴിയണമെങ്കിൽ ഇല്ലാത്തവൻ അവന് വേണ്ടി ഒരു ഉള്ളായ്മയുടെ ലോകം പണിതുയർത്തണം. അത് ആദ്യം അവൻ്റെ മനസ്സിലാണ് അത് പണിതുയർത്തേണ്ടത്. അതിന് അവൻ എവിടെയും ഉള്ളായ്മയെ കണ്ടെത്താൻ ശ്രമിക്കണം. എത്ര വലിയ ഇല്ലായ്മയായാലും അവിടെയെല്ലാം ഉള്ളായ്മയുടെ തീരെ ചെറിയ കണികകൾ, പൊട്ടുകൾ ഉണ്ടാകും. അവയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അത് ദുഷ്കരമായിരിക്കും. പക്ഷേ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. ഇനി ഈ ഒരു പ്രോസസ്സ്, ഉള്ളായ്മയെ കണ്ടെത്തുന്ന ആ ഒരു യജ്ഞം, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. സമയവും കാലവും ഒന്നും നോക്കാതെ, സന്ദർഭം നോക്കാതെ, സ്ഥലം നോക്കാതെ, എന്ത് സംസാരിച്ചാലും, എന്ത് കേട്ടാലും, എന്ത് കണ്ടാലും അവിടെയെല്ലാം ഉള്ളായ്മയെ കണ്ടെത്തണം. അതെത്ര ചെറുതുമായിക്കോട്ടെ. വലുത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എത്ര ചെറുതുമായിക്കോട്ടെ. ഈ ശീലത്തിൽ പടിപടിയായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ പോകുമ്പോൾ മനസ്സിൽ ഉള്ളായ്മയുടെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടും. മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ലോകം വലുതായി വരും. അതിനനുസരിച്ച് മനസ്സിലെ ഇല്ലായ്മയുടെ ലോകം പതിയെ പതിയെ പിൻവലിയാൻ തുടങ്ങും. ഉള്ളായ്മയുടെ ലോകം മനസ്സിൽ നിറയുന്നതോടുകൂടി ഇല്ലായ്മയുടെ ലോകം മനസ്സിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഈ ഒരു ഘട്ടം തരണം ചെയ്താൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. മനസ്സിലുള്ള ഈ ഉള്ളായ്മയുടെ ലോകം സാധാരണ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക അല്ലെങ്കിൽ പറിച്ചു നടുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അതിന് ഈ നിരീക്ഷണം തുടർന്നേ മതിയാകൂ. അങ്ങനെ പതിയെ പതിയെ ഈ മനസ്സിലെ ആ ഉള്ളായ്മയുടെ ലോകം പുറത്തുള്ള അവൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പറിച്ചു നടപ്പെടും. അപ്പോൾ അവൻ ഉള്ളവനായി മാറുകയാണ്. മനസ്സിൽ പിന്നീട് അവൻ കാണുന്നിടത്തെല്ലാം അവൻ ഉള്ളവനായി മാറുന്നു. കാരണം അവൻ ഉള്ളായ്മ കാണുന്നു. ഇനി ഇത് ജീവിതത്തിലെ വിജയങ്ങളിലേക്ക് എത്തണമെങ്കിൽ, സാമ്പത്തിക വിജയം, അല്ലെങ്കിൽ ധനസമ്പാദനം, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ, അങ്ങനെയൊക്കെ എത്തിച്ചേരണമെങ്കിൽ അവൻ ഇതിനനുസരിച്ച് അധ്വാനവും വേണ്ടിവരും. മനസ്സിലെ ഉള്ളായ്മയുടെ ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അത് നിത്യജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഉള്ളായ്മ അത് സ്വന്തം ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചാൽ എളുപ്പമായിരിക്കും. കാരണം ബ്ലൂ പ്രിന്റ് നേരത്തെ ചെയ്തു കഴിഞ്ഞു. മനസ്സിൽ പ്ലാന് അവിടെ വരച്ചു കഴിഞ്ഞു. ഇനി ആ പ്ലാന് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്.
അത് കുറച്ചുകൂടി എളുപ്പമാണ്. അതിൻ്റെ കൂടെ ജീവിതത്തിലെ അധ്വാനങ്ങൾ കൂടി ആകുമ്പോൾ, പരിശ്രമങ്ങൾ കൂടി ആകുമ്പോൾ അത് പൂർത്തിയാകും. അങ്ങനെ അവൻ ഉള്ളവനായി മാറും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.